വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളികളുടെ മനസ്സിലേക്ക് ഒരു കോമഡി കഥാപാത്രങ്ങൾ ഒരുപാട് നിരത്തിക്കൊണ്ട് കയറി വന്ന ഒരു അമേസിംഗ് ആക്ടർ, അതിനുശേഷം വളരെ സീരിയസ് ക്യാരക്ടേഴ്സിലേക്ക് പോയി തിരിച്ച് കോമഡിയിലേക്കാണോ സൈക്കോയിലേക്കാണോ വരുന്നതെന്നാണ് ഇപ്പൊ എല്ലാവരുടെയും സംശയം. പക്ഷെ ഒരു ആദ്യത്തെ ചോദ്യം എന്താണ്, അതായത് നമുക്കറിയാം 20 വർഷത്തിൽ കൂടുതലായി എന്താ ഇൻഡസ്ട്രി, ആൻഡ് ആ 20 വർഷത്തിൽ കൂടുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടോ. എക്സ്ട്രാ ഡീസൽ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആകുന്നത്? ആ ഒരു ഡെബ്യൂ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് ഇറ്റ് സോ സ്പെഷ്യൽ? എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോന്റെ ഡേ ആണ്. എന്നാലും 1-2 കാര്യങ്ങൾ ചോദിച്ചതിന് ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു. ഞാനും ലിസ്റ്റഡ് സീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ ചോദിച്ചു, ആമറെ ഇതിന്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞില്ല. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സീഫിനോടൊപ്പം ഉള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ലില്ല, അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ്, നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ചേട്ടനോടും വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ല ശമ്പളമായിട്ട് ചോദിച്ചാൽ തരില്ലല്ലോ. പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. എവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. അല്ല, 6 ഉണ്ട്. അതിൽ 2 ബീറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. തിരിച്ച് കോമഡിയിലേക്ക് ഉള്ള ഒരു വരവാണോ ഈ ഒരു സിനിമ? കാരണം നമുക്കറിയാം, പണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്തു വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ റിയൽ ലൈഫിൽ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന സുരേന്ദ്രന്റെ കുറെ ഡയലോഗുണ്ട്. സുശീല എന്തോ പറയുന്ന സാധനമൊക്കെ നമ്മളെല്ലാവരും പലപ്പോഴും റിയൽ ലൈഫിൽ വരെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഫുൾ സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും ചിന്തിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച കഥാപാത്രങ്ങൾ വരെ. ഇത് ഒരു തിരിച്ചറിവായിട്ട്, കാരണം ഭയങ്കര ഡിഫറെന്റ് ഔട്ട്ലുക്ക്, ആ ഒരു ഡ്രസ്സിംഗ് ആണെങ്കിലും ആ ഒരു ആക്സസറൈസിംഗ് ആണെങ്കിലും ഇപ്പൊ ഒരു തിരിച്ച് കോമഡിയിലേക്കാണോ അതോ വേറൊരു സൈക്കോ പിടുത്തമാണോ എന്നാണ് സംശയം. ഇതെല്ലാം പറഞ്ഞൊരു സൈക്കോ അല്ല, ഡാർക്ക് ഹ്യൂമർ ആണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറെ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. കോമഡി, നല്ലൊരു കഥാപാത്രം ഇല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരെ പോലും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെയൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ഇത് ബെസ്റ്റാണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്.
നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഒരു ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയിൽ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ലിസ്റ്റേട്ടൻ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസ്, അതായത് സുരാജേട്ടന്റെ കരിയർ ബെസ്റ്റ് ആണ്. അതിപ്പോ സുരാജേട്ടൻ പറയുമ്പോൾ എല്ലാവരുടെയും ആ ഒരു പെർഫോമൻസ് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതിൽ എടുത്ത് പറഞ്ഞൊരു കാര്യം, അന്ന് പാക്കപ്പ് കഴിഞ്ഞ ശേഷം എന്താണ് ലിസ്റ്റേട്ടൻ കാണുന്നത് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പുള്ളിയുടെ അടുത്ത്? കണക്ക് ചോദിക്കണം. കണക്ക്. Anyway, thanks a lot, Suraj. Thanks a lot for joining. ഒരിക്കലും നല്ലൊരു കൈയടി കൊടുക്കാം സുരാജേട്ടൻ. Thank you. Thank you, and moving on.